നമസ്കാരം. ടാരോ ഡിവൈനിറ്റി ഹീലിംഗ് ക്ലിനിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഗംഗ. എല്ലാവരും നന്നായി ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കൂ. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കൂ എല്ലാവരും. അപ്പം നമ്മളിവിടെ നിന്ന് നോക്കാൻ പോണത്, നിങ്ങളെ മറിഞ്ഞിരുന്നിട്ട് ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ഈ ജന്മത്തിലോ മുൻ ജന്മത്തിലോ ബന്ധപ്പെട്ടിട്ടുള്ള ആരെങ്കിലും നിങ്ങളറിയാതെ നിങ്ങളെന്നെ മറിഞ്ഞിരുന്ന് സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളിന്ന് കാർഡ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ആദ്യ കാർഡ് കിട്ടിയേക്കണം. ആദ്യ വരിയിലത്തെ ആദ്യ കാർഡ് സൊറാവ്, ട്രസ്റ്റ്, എലോനിനെസ്, വി ആർ ദ വേൾഡ്, ബോട്ടം ഓഫ് ഡെക്ക് വന്നിരിക്കുന്നത് കോൺഷ്യസ്. അപ്പം നമുക്ക് പറയാം എന്ത്, നിങ്ങൾ ആ ഒരു ദുഃഖം, നിങ്ങളുടെ ആ സോൾമേറ്റിനെ കണ്ടെത്തിയില്ല എന്നുള്ള ദുഃഖം നിങ്ങൾ മനസ്സിൽ എപ്പോഴും സദാസമയം ഇങ്ങനെ അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ട് ദുഃഖിച്ചിട്ട് ഇരിക്കുകയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളെ സോൾമേറ്റിനെ അല്ലെങ്കിൽ ടിൻ ഫ്ലെയിമിനെ കണ്ടെത്തിയില്ല എന്നുള്ളൊരു ദുഃഖം നിങ്ങളുടെ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ കണ്ടെത്തുമെന്നോ കണ്ടെത്തില്ല എന്നോ ഉള്ള ഒരു വിശ്വാസമോ അവിശ്വാസമോ കൂടെയൊക്കെ പോയിട്ടുണ്ട്. പ്രപഞ്ചം പറയുന്നുണ്ട് ട്രസ്റ്റ്, നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ ആ സോൾമേറ്റിനെ കണ്ടെത്തും. ഒരു ഏകാന്തതയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. അതായത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണു, അതൊക്കെ അതിൻ്റെ വഴിക്ക് പോണു. പക്ഷേ നിങ്ങൾക്ക് ഒരു ഏകാന്തത ഉണ്ട്. ഈ ഏകാന്തത നിങ്ങളുടെ ഈ ഒരു വ്യക്തി, അതായത് സോൾമേറ്റ് നിങ്ങൾ കണ്ടെത്തുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളെ കണ്ടെത്തുകയോ ചെയ്ത് ഇല്ലല്ലോ എന്നുള്ള ആ ഒരു ദുഃഖം അല്ലെങ്കിൽ ആ ഒരു ഏകാന്തത നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ വി ആർ ദ വേൾഡ്, നമ്മളാണ് ലോകം. അപ്പൊ നിങ്ങളാണ് ലോകം. ഈ ലോകത്ത് നിങ്ങൾക്ക് അതിന് സാധ്യമാവും എന്നുള്ളതും ബോധത്തിലേക്ക് കൊണ്ടുവരിക. കാരണം കോൺഷ്യസ്. അപ്പോൾ ഈ ബോധ മനസ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു വീഡിയോയിൽ, ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, ഉപരിബോധ മനസ്സ്. അപ്പോൾ കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ ആ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് ട്രസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിന്ന് നിങ്ങളുടെ ആ പ്രാണൻ പെടുമ്പോഴത്തേനും നിങ്ങൾക്കത് കണ്ടെത്താൻ പറ്റും. നിങ്ങളുടെ സോൾമേറ്റിനെ കണ്ടെത്താൻ പറ്റുമെന്നുള്ള ഒരു ട്രസ്റ്റ് നിങ്ങളുടെ ഉപരിബോധ മനസ്സിലേക്ക് കൊടുക്കുക, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുക. അല്ലാതെ നിങ്ങൾ ഏകാന്തമായിട്ട് ഒരു ദുഃഖത്തിൽ ഇരിക്കല്ല വേണ്ടത്. കാരണം രണ്ടാമത്തെ വരിയിലുള്ള കാർഡ് കാണിക്കുന്നത് പാഷൻ, സ്പിരിറ്റ് കണക്ഷൻ, ഒരു ആത്മബന്ധം നിങ്ങളുടെ കൈവശമുണ്ട്. ആരായിട്ട്? ഈ സോൾമേറ്റ് ആയിട്ട് ഒരു ആത്മബന്ധം നിങ്ങളുടെ കൈവശമുണ്ട്. അതിനു വേണ്ടിയിട്ട് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ബുദ്ധി, മാനസിക പ്രവർത്തനം, ശരിയായ ചിന്ത. കാർഡ് കാണിക്കുന്നത് അങ്ങനെയാണ്. അതായത് പാഷൻ, സ്പിരിച്വൽ കണക്ഷൻ, ലാക്ക് ഓഫ് കണക്ഷൻ, അതായത് ബന്ധത്തിന്റെ അഭാവമാണ് നിങ്ങളെ, ലാക്ക് ഓഫ് കണക്ഷൻ എന്ന് പറയുമ്പോൾ ബന്ധത്തിന്റെ അഭാവമാണ് നിങ്ങളെ ദുഃഖത്തിലാഴ്ത്തിയേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ നിങ്ങൾ വേണ്ടതെങ്കിൽ ഇന്റലിജൻസ്, മെന്റൽ ആക്ഷൻ, റൈറ്റ് തിങ്കിങ്, അതായത് ശരിയായ പ്രവർത്തനം, ശരിയായ ചിന്ത, ബുദ്ധി, മാനസിക പ്രവർത്തനം. ഇതില്ലെങ്കിൽ എന്താവും? നിങ്ങൾ ഉത്സാഹം, ധൈര്യം എല്ലാം നഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ തളർന്ന് വിഷമിച്ചിട്ട് ഇരിക്കേണ്ട ഒരവസ്ഥ. അപ്പൊ കറേജ്, രണ്ടാമത്തെ വരിയിൽ നാലാമത്തെ കാർഡ് കാണിക്കുന്നത് കറേജ്, താങ്ക്, ചലഞ്ച്, അതായത് നിങ്ങൾക്ക് ഉത്സാഹം, ധൈര്യം, വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പെടണം. എന്താണ്? നിങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാവണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? കോൺഷ്യസ് മൈൻഡിൽ നിന്ന് മാറിയിട്ട് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങൾ പോകണം. അപ്പം മാത്രമാണ്. അല്ലാതെ നിങ്ങൾ ദുഃഖിച്ചിരുന്നിട്ടോ ആത്മവിശ്വാസം ഇല്ലാതെ, പ്രപഞ്ചത്തെ വിശ്വാസം ഇല്ലാതെ ഒന്നും ഇരുന്നിട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റിനെ നിങ്ങൾ ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ എന്താ വേണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യണം. കാരണം പ്രപഞ്ചത്തെ വിശ്വസിക്കുക. ട്രസ്റ്റ് എന്ന് പറയുന്നത് പ്രപഞ്ചത്തെ വിശ്വസിക്കുക. വി ആർ ദ വേൾഡ്, നമ്മളാണ് ലോകം എന്ന് പറയണ്ടല്ലോ. അപ്പൊ നിങ്ങളാണ് വേൾഡ്. നിങ്ങൾക്ക് അസാധ്യമായിട്ട് ഒന്നും ഈ വേൾഡിൽ ഇല്ല. അതിന് എന്ത് വേണം? നമ്മുടെ ബോഡിയിലേക്ക് നല്ല ഊർജം, നല്ല പവർ ആയിരിക്കണം നമ്മുടെ ബോഡി, നമ്മുടെ ചിന്ത, നമ്മുടെ പ്രവർത്തനം എല്ലാം നമ്മൾ നല്ല രീതിയിൽ പവർഫുൾ ആയിരിക്കണം. ആ പവർഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി പ്രയത്നിക്കേണ്ടതാണ്. നിങ്ങൾ ഏറ്റെടുക്കേണ്ട വെല്ലുവിളി. വെല്ലുവിളി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിന്ന് ഒരുപക്ഷെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ജന്മം എടുത്ത് വീണ്ടും വരേണ്ടി വരും. ഈ ജന്മത്തിൽ പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ മറ്റൊരു ജന്മം എടുത്തിട്ട് വീണ്ടും വരേണ്ടതായിട്ട് വരും. അപ്പൊ അത് വിശ്വസിക്കാത്ത ആൾക്കാരും അതുപോലെ തന്നെ അങ്ങനെ ഒരു ജന്മം ഇല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരും ഉണ്ട്. അത് അവരെ വഴിക്ക് അവരെ വിടുന്നു. കാരണം തർക്കിക്കാനും നിർബന്ധിക്കാനും ഞാനില്ല. താല്പര്യമുള്ള ആൾക്കാർ, നിങ്ങൾ സോൾമേറ്റിനെ കണ്ടെത്തണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയണത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. അതായത് നിങ്ങൾ ഒരു അഫർമേഷൻ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. അതായത് ഐ പുട്ട് മൈ എനർജി ഇൻ ടു തിങ്കിങ് ദാറ്റ് മാറ്റർ ടു മീ.
അതായത് എനിക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ ഞാൻ എൻ്റെ ഊർജം വിനിയോഗിക്കുന്നു. ഓൾ ഈസ് വെൽ. അതായത് എനിക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ ഞാൻ എൻ്റെ ഊർജം വിനിയോഗിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ, സന്തോഷമായിട്ടിരിക്കട്ടെ എന്നുള്ള ഒരു അഫർമേഷൻ കൊടുക്കുക. അതുകൂടാണ്ട് നമ്മൾ ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ദ ലിറ്റിൽ അച്ചീവ്മെന്റ് ഐ മേക്ക് എവറി ഡേ. അപ്പൊ ഇതും കൂടി അതിൻ്റെ കൂട്ടത്തിൽ പറയുക. എല്ലാ ദിവസവും ഞാൻ നേടുന്ന എല്ലാ ചെറിയ നേട്ടങ്ങൾക്കും ഞാൻ നന്ദിയുള്ളവരാണ്. ഇത് പ്രപഞ്ചത്തിനോടുള്ള ഒരു ഒരു അഫർമേഷൻ നിങ്ങൾ പറയണതും നന്ദി പറയണതും പ്രപഞ്ചത്തിനോടാണ്. ഈ പ്രപഞ്ചത്തിനോടുള്ള ഈ നന്ദി സൂചകം നിങ്ങളുടെ ഈ സോൾമേറ്റിനെ കണ്ടെത്തി തരാൻ പ്രപഞ്ചം തന്നെ സഹായിക്കും. അല്ലാതെ ചുമ്മാ വഴി കൂടെ വന്നു പോണോരോ സെക്ഷൽ കോണ്ടാക്റ്റിന് വേണ്ടി വരണവരോ അല്ല സോൾമേറ്റ് എന്നുള്ളതും നിങ്ങൾ തിരിച്ചറിയുക. ഒരു സോൾമേറ്റ് എന്ന് പറയുമ്പോൾ ആ സോൾമേറ്റിന് കൃത്യമായ ഒരു പർപ്പസ് ഉണ്ടാവും. ആ സോൾമേറ്റ് നിങ്ങളുടെ ലൈഫ് ലോങ്ങിൽ ഉണ്ടായി എന്ന് വരില്ല. അയാൾക്ക് നിക്ഷിപ്തമായ കർമ്മം ചെയ്തിട്ട് അവർ മാറിപ്പോയിരിക്കും. അല്ലെങ്കിൽ എന്താണ് അവർക്ക് നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ 3 മാസത്തിന്റെ 6 മാസത്തിന്റെ ഉള്ളിലോ സംഭവിച്ചിട്ട് അവർ നിങ്ങളെ ഉപേക്ഷിച്ച് വിട്ടിട്ട് പോയി. പക്ഷെ നിങ്ങൾ ആ തടവറയിൽ തന്നെ കിടന്ന് കരഞ്ഞ് അയാൾ നഷ്ടപ്പെട്ടുല്ലോ, ഇനി അതിന് തിരിച്ചു പിടിക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് പറഞ്ഞ് ചിന്തിച്ച് നടക്കാതെ ആ സോൾമേറ്റിനെ കൊണ്ട് നിങ്ങൾക്കുണ്ടായിരുന്ന ആവശ്യം നിറവേറി എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പെരുമാറേണ്ടത്. കാരണം നിങ്ങൾ സങ്കടത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പൂർത്തീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ വീണ്ടും ജന്മം എടുത്തിട്ടുണ്ടാവുക. ആ ജന്മം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സോൾമേറ്റിനെ കണ്ടെത്തനോട് കൂടിയിട്ട് അത് പരിപൂർണമായിട്ടുള്ള പൂർണ്ണതയിലേക്ക് പോവുകയും അവിടെ വെച്ചിട്ട് ആ സോൾമേറ്റ് ആയിട്ട് കണക്ഷൻ വിടുകയും ചെയ്യാണ് ചെയ്യുക. അപ്പൊ സോൾമേറ്റിനെ കുറിച്ച് അറിയാതെ ഒട്ടേറെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്, സോൾമേറ്റ് ആണോ നോക്ക്, സോൾമേറ്റ് നഷ്ടപ്പെട്ടു, ഇനി അവനെ തിരിച്ചു പിടിക്കാൻ. സോൾമേറ്റിനെ തിരിച്ച് പിന്നെ പിടിക്കരുത്. കാരണം സോൾമേറ്റിന് കൃത്യമായിട്ട് ഒരു നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്താണോ ചെയ്യേണ്ടത് അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ടെത്തിച്ചു തരികയും അവരിൽ നിന്ന് അത് ആ കടമ നിർവഹിച്ചതിന് ശേഷം അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്യും. പിന്നെ അത് വേണം, അവരെ തേടി പിടിക്കണം, നിങ്ങൾ കണ്ടെത്തണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിറകെ നിങ്ങൾ പോയാൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും നിങ്ങൾ ഒരു മാനസിക അസ്വസ്ഥതയിലേക്ക്, അതായത് നമുക്ക് മെഡിറ്റേഷൻ ഇല്ലാത്ത ആൾക്കാർക്കാണ് ഇത്തരം ഒരു പ്രോബ്ലം വരിക. അതായത് മറ്റുള്ളതിന് ഒന്നും താങ്ങാൻ പറ്റാതെ മാനസികമായിട്ട് വെല്ലുവിളി നേരിടുക. എങ്ങനെയാണെന്നറിയാം, നമ്മുടെ ബോഡിയിലുള്ള ഊർജം കുറയുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വേർഡ് പറഞ്ഞത്. നിങ്ങൾ, അതായത് ഐ ആം പുട്ട് മൈ എനർജി ഇൻ ടു തിങ്കിങ് ദാറ്റ് മാറ്റർ ടു മീ. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ദി ലിറ്റിൽ അച്ചീവ്മെന്റ് ഐ മേക്ക് എവറി ഡേ. ഈ ഒരു വേർഡ് ഒന്നിച്ച് നിങ്ങൾ പറയാ. ഓൾ ഈസ് വെൽ എന്നും കൂടി കൂട്ടി പറയാം. ഇത് പറയുമ്പോൾ ഇതിങ്ങനെ ഡെയിലി നിങ്ങളുടെ ആ ശരീരത്തിലും ബ്രെയിനിലും ഇങ്ങനെ പ്രകമ്പനം കൊള്ളണ രീതിയിൽ പറയുമ്പോൾ നിങ്ങൾക്ക് കണക്റ്റ് ആവാത്ത ആൾക്കാർക്ക് ഓൾറെഡി സോൾമേറ്റ് കണക്റ്റ് ആയിക്കൊള്ളും. കണക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പർപ്പസ് എന്നുള്ളത് യൂണിവേഴ്സിന് അറിയാം. നിങ്ങൾ ജനിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ നിയോഗം എന്താണ്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ട് സോൾമേറ്റ് കണക്റ്റ് ആക്കുകയും ആ കാര്യം പർപ്പസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിലൂടെ എന്താണ് ചെയ്യേണ്ടതുണ്ടായിരുന്നെങ്കിൽ അത് ചെയ്തു കഴിഞ്ഞ് സോൾമേറ്റ് പോവുകയും ചെയ്യും. സോൾമേറ്റിന് വേണ്ടിയിട്ട് വീണ്ടും ഇനി അത് നഷ്ടപ്പെട്ടു അതിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പൂജയോ കാര്യങ്ങളോ ചെയ്യാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ബാക്കി ലൈഫ് എന്താണെങ്കിൽ അതിനെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. ഇതാണ് സോൾമേറ്റ് എന്നുള്ള കണക്ഷനും ടിൻ ഫ്ലെയിം എന്ന് പറയുമ്പോൾ ഒന്നിൽ നിന്നും വേർതിരിച്ചത്, പകുതിയായിട്ട് വേർതിരിച്ചതാണ് ടിൻ ഫ്ലെയിമും സോൾമേറ്റും എല്ലാതും. അപ്പൊ ഇവരെ നിങ്ങൾ കണ്ടെത്തണമെങ്കിൽ ബോട്ടം ഓഫ് ഡെക്ക് പറയുന്നുണ്ട്, നിങ്ങൾ അതായത് റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ, നിങ്ങൾ ഭാഗ്യത്തിന്റെ വിപരീതം ചെയ്യുമെന്നാണ് ബോട്ടം ഓഫ് ഡെക്ക് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഭാഗ്യത്തിന്റെ വിപരീത ഭാഗം ചെയ്യാതെ നിങ്ങളുടെ സൗഭാഗ്യത്തിലേക്ക് നിങ്ങൾ വരണമെങ്കിൽ നിങ്ങൾ കടന്ന് ചിന്തിക്കാതെ നിങ്ങൾ നിങ്ങളുടെ സോൾമേറ്റിനെ കണ്ടെത്താൻ ഞാൻ ഈ പറഞ്ഞ മാർഗം ഒന്ന് സ്വീകരിച്ചു നോക്കൂ. അപ്പൊ നിങ്ങൾക്കത് സക്സസ്സിലേക്ക് എത്തിക്കാം. അതായത് നിങ്ങൾ മനസമാധാനത്തോട് കൂടിയിട്ട് ഞാൻ ഈ പറഞ്ഞത് ചെയ്യാൻ ഞാനിത് ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിടാം.
അപ്പോൾ ആദ്യമായിട്ടാണ് എന്നെ ഒന്ന് കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് വാച്ച് ചെയ്യാൻ ശ്രമിക്കണം. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ ഈ വീഡിയോ എപ്പോഴെങ്കിലും പിന്നീട് കാണാമെന്ന് വിചാരിക്കുമ്പോൾ ഒരുപക്ഷെ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതായത് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് വാച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഊർജ്ജമായിട്ട് കണക്റ്റ് ആവുകയും ഇതേപോലെയുള്ള ഇൻഫർമേഷനും അതേപോലെ തന്നെ അഫർമേഷനും നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഓളെന്ന ബെല്ലൈക്കണും കൂടി അമർത്തിയിടുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ നമ്മൾ ഫ്രീ റീഡിംഗ് കൊടുക്കുന്നുണ്ട്. ഒരു ചോദ്യം നിങ്ങൾക്ക് എന്നോട് ചോദിക്കും, അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ആൻസർ തരും. അതേപോലെ തന്നെ നമ്മളൊരു ഫ്രീ വെബിനാർ പ്രണവോപാസന എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രീ വെബിനാർ വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ എന്നെ കോൺടാക്ട് ചെയ്യൂ. നന്ദി, നമസ്കാരം.